بسم الله الرحمن الرحيم قل يا أهل الكتاب تعالوا إلى كلمة سواء بيننا وبينكم ألا نعبد إلا الله ولا نشرك به شيئا ولا يتخذ بعضنا بعضا أربابا من دون الله فإن تولوا فقولوا اشهدوا بأننا مسلمون. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ശേഷിക്കുന്ന ജീവിതം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സൂറത്ത് ആല ഇംറാൻ അതിലെ 64-ാമത്തെ ആയത്താണ് നമ്മളിപ്പോൾ പാരായണം ചെയ്ത് കേട്ടത്. ഒരായത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടായി കൽപ്പിക്കുകയാണ്, അഹ്ലു കിതാബികളെ അങ്ങ് ക്ഷണിക്കുക, അഥവാ ജൂത നസാറാക്കളെ. നജറാനിൽ നിന്നും വന്ന ക്രിസ്തീയ പുരോഹിതന്മാരുടെ സംഘം മടങ്ങിപ്പോയപ്പോൾ മുഴുവൻ അഹ്ലു കിതാബുകളെയും, അഥവാ വേദം നൽകപ്പെട്ടിട്ടുള്ള ജൂത നസാറാക്കളെ മുഴുവനും നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംവാദത്തിന് വേണ്ടി ക്ഷണിക്കാൻ അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട്. അതായത് രണ്ടു കൂട്ടരും, ജൂത നസാറാക്കളും മുസ്ലിമീങ്ങളും പരസ്പരം യോജിക്കുന്ന വിഷയം, ആ വിഷയത്തിൽ നമുക്ക് ഉറച്ചൊരു തീരുമാനമെടുക്കാം എന്നതാണ്. വഴക്കും വക്കാണവും ഒഴിവാക്കി, പരസ്പരമുള്ള വിദ്വേഷവും വൈരാഗ്യവും ഒഴിവാക്കി, നമുക്ക് ഇരു കൂട്ടർക്കും യോജിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ വിഷയത്തിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഇതായിരുന്നു ആ സംവാദത്തിന്റെ താല്പര്യം. ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ, നബിയെ അങ്ങ് വിളിക്കുന്ന, അങ്ങ് പറയും, യാ അഹ്ലൽ കിതാബ്, വേദം നൽകപ്പെട്ടവരെ, അഥവാ ജൂത നസാറാക്കളെ, തആലൗ, നിങ്ങൾ മുന്നോട്ട് വരും, ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വ ബൈനകും, ഞങ്ങളും നിങ്ങളും, അഥവാ നമ്മളും നിങ്ങളും ഒന്നുപോലെ അംഗീകരിക്കുന്ന, ഒരേപോലെ അംഗീകരിക്കുന്ന അടിസ്ഥാനപരമായ തത്വത്തിലേക്ക് നിങ്ങളൊന്ന് വരിക. നമുക്കൊരു മേശയ്ക്ക് ചുറ്റുമിരിക്കാം. ഞങ്ങളും അംഗീകരിക്കുന്നു, നിങ്ങളും അംഗീകരിക്കുന്നു. അങ്ങനെയുള്ള ഒരു പൊതുവിഷയത്തിൽ നമുക്ക് എല്ലാവരും കൂടി ഒന്ന് ഒരുമിച്ചിരിക്കാം. ഏതാണ് ആ പൊതുവിഷയം? അതിലൊന്നാമത്തെ വിഷയം, അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. ആരാധനയ്ക്ക് അർഹൻ അല്ലാഹു മാത്രമാണ്. ലാ വസനൻ വലാ സ്വലീബൻ വലാ സനമൻ വലാ താഗൂതൻ വലാ നാറൻ വലാ ശൈഅ, ബിംബങ്ങളെയോ പുരുഷനെയോ പ്രതിഷ്ഠകളെയോ പിശാചുക്കളെയോ തീയെയോ അങ്ങനെ ഒരു വസ്തുവിനെയും ആരാധിക്കാൻ പാടില്ല. അൽ ഇബാദത്തു ലില്ലാഹി വഹ്ദ,
ഏകനായ അള്ളാഹുവിന് മാത്രമായിരിക്കണം ആരാധന. ആ ആരാധനയുടെ വിഷയത്തിൽ വിഗ്രഹങ്ങളുടെ മുന്നിലാകരുത്, കുരിശുകളുടെ മുന്നിലാകരുത്, പ്രതിഷ്ഠകളുടെ മുന്നിലാകരുത്, പിശാചുക്കളുടെ മുന്നിലാകരുത്, തീയുടെ മുന്നിലാകരുത്, ഒന്നിന്റെയും മുന്നിലാകരുത്. ഏകനായ അള്ളാഹുവിന്റെ മുന്നിൽ മാത്രമായിരിക്കണം ആരാധന. ആരാധന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ അള്ളാഹുവിന്റെ മുന്നിലായിരിക്കണം. 2, വലാ നുശ്രിക ബിഹി ശൈഅ, ആ അള്ളാഹുവിനോട് യാതൊന്നിനെയും പങ്കുചേർക്കാൻ പാടില്ല. അള്ളാഹുവിന് പുത്രനുണ്ടെന്നോ, അള്ളാഹുവിനെ കൂടാതെ വേറെ ആളുകളുണ്ട് എന്നോ, അള്ളാഹുവിന് സഹായികളുണ്ട് എന്നോ, ഇങ്ങനെ ഒന്നും അള്ളാഹുവിനോട് ചേർക്കാൻ പാടില്ല. അള്ളാഹു പരമപരിശുദ്ധനാണ്, അവൻ ഒന്നിനോടും ആരെയും പങ്കുചേർക്കാൻ പാടില്ല. ولا يتخذ بعضنا بعضا أربابا من دون الله. മൂന്നാമത്തെ വിഷയം, അള്ളാഹുവെ കൂടാതെ നമ്മളിൽ ചിലർ മറ്റു ചിലരെ രക്ഷാധികാരികളാക്കി റബ്ബുകളാക്കി വെച്ചിട്ടുണ്ട്. അഥവാ നമ്മളിൽ പെട്ടുപോയ ചില പുണ്യാളന്മാരെ, അതുപോലെ തന്നെ നമ്മളിൽ പെട്ടിട്ടുള്ള ചില വ്യക്തിത്വങ്ങളെ റബ്ബുകളായി ചിലര് മനസ്സിനകത്ത് കരുതി വെച്ചിട്ടുണ്ട്. അത് പാടില്ല, അത് ഒഴിവാക്കണം. വലാ യത്തഖിദ ബഅ്ദുനാ ബഅ്ദൻ അർബാബൻ മിൻ ദൂനില്ലാഹ്. അള്ളാഹുവിനെ കൂടാതെ റബ്ബുകളാക്കി, അർബാബുകളാക്കി, രക്ഷാധികാരികളാക്കി വെച്ചിരിക്കുന്ന ചിലരുണ്ട്. അവരെയും നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇങ്ങനെ 3 അടിസ്ഥാനപരമായ വിശ്വാസ പ്രമാണത്തിന്റെ ആണിക്കല്ലായ 3 കാര്യങ്ങൾ. ഇത് നമ്മൾക്കും സമ്മതിക്കാവുന്നതാണ്, നിങ്ങൾക്കും സമ്മതിക്കാവുന്ന കാര്യമാണ്. നമുക്ക് ഈ 3 വിഷയത്തിൽ ഒരുമിക്കാം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പ്രവാചകന്റെ കാലഘട്ടത്തിന് ശേഷം സഹാബത്തിന്റെ കാലഘട്ടം, താബഈങ്ങളുടെ കാലഘട്ടം, സലഫുകളുടെ കാലഘട്ടം, അതിനുശേഷം ഇങ്ങോട്ട് നടന്നിട്ടുള്ള സംവാദങ്ങൾ അഖിലവും അടിസ്ഥാനപരമായ ഈ 3 വിഷയത്തിൽ ഊന്നിക്കൊണ്ടിട്ടാണ് ലോകത്ത് നടന്നിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ മറ്റു ചർച്ചകളാണ്. അതിനൊന്നും സംവാദം എന്ന് പറയാൻ പറ്റുകയില്ല. മറ്റു ചിലരുള്ള ചർച്ചകളാണ് നടന്നിട്ടുള്ളത്. അടിസ്ഥാനപരമായ 3 കാര്യങ്ങളാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള സകല പ്രവാചകന്മാരുടെ നാവിലൂടെ അള്ളാഹു ചൊല്ലിപ്പിച്ച കാര്യമാണ് ഈ 3 കാര്യങ്ങൾ. മുഴുവൻ പ്രവാചകന്മാരുടെയും പ്രബോധനത്തിന്റെ കാതലായ ഭാഗമെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവര് മുഴുവനും ലോകത്ത് പ്രബോധനം ചെയ്ത അടിസ്ഥാനപരമായ 3 കാര്യങ്ങളാണ്. 3 കാര്യങ്ങൾ. ഒന്നാമത്തത് എന്താണ്? ആരാധന അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ. സുജൂദ്, റുകൂഅ്, ആവശ്യങ്ങളെ ചോദിക്കല്, പ്രാർത്ഥന, അവലാദികളെ ബോധ്യപ്പെടൽ, കരയൽ, യാചിക്കൽ, ഇതെല്ലാം അള്ളാഹുവിന്റെ മുന്നിൽ മാത്രമായിരിക്കണം, റബ്ബിന്റെ മുന്നിൽ മാത്രമായിരിക്കണം. ആ അള്ളാഹ് എന്ന് പറയുന്നത് വലാ നുശ്രിക ബിഹി ശൈഅ. അമ്പിയാക്കളാകട്ടെ, ഔലിയാക്കളാകട്ടെ, സ്വാലിഹീങ്ങളാകട്ടെ, ആരുമായിക്കൊള്ളട്ടെ, അള്ളാഹുവിനോട് തുല്യം അള്ളാഹു മാത്രം. അള്ളാഹുവിനോട് യാതൊന്നിനെയും പങ്കുചേർക്കാൻ പാടില്ല, ശിർക്ക് ചെയ്യാൻ പാടില്ല. മൂന്നാമത്തെ കാര്യം, അള്ളാഹുവിനെ കൂടാതെ റബ്ബുകളാക്കി വെച്ചിരിക്കുന്ന ചിലതുണ്ട്, ചിലരുണ്ട്. അത് മുഴുവനും പൂർണ്ണമായിട്ടും ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കി ദൂരേക്ക് കളയണം. റബ്ബ് അള്ളാഹുവാണ്. ആ റബ്ബാകട്ടെ റബ്ബുൽ ആലമീൻ, ലോകത്തിന്റെ റബ്ബാണ്. ഈ പ്രപഞ്ചമഖിലത്തിന്റെയും റബ്ബാണ് അള്ളാഹു. ഈ അടിസ്ഥാനപരമായ 3 കാര്യങ്ങളിലേക്ക് നബിയെ അവരെ ക്ഷണിക്കും. ഇനി അവർ പിന്തിരിഞ്ഞു പോവുകയാണ് എങ്കിൽ ഞങ്ങൾക്ക് പറ്റൂല, ഞങ്ങൾ വരികയില്ല, ഞങ്ങൾ പുരുഷനെ ആരാധിക്കും, ഞങ്ങൾ വിഗ്രഹത്തെ ആരാധിക്കും, ഞങ്ങൾ തീയെ ആരാധിക്കും, ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങളുടെ പുണ്യാളന്മാരോട് ചോദിക്കും, ഞങ്ങളുടെ ഇടയാളന്മാരോട് ഞങ്ങൾ ചോദിക്കും, ഇങ്ങനെയൊക്കെ അവരുടെ മനസ്സിൽ കരുതിക്കൊണ്ട് അവർ പിന്തിരിഞ്ഞു പോവുകയാണ് എങ്കിൽ
നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് അവസാനമായി പറ ഫഖൂലു ഷ്ഹദൂ ബി അന്നാ മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്ന് നിങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ട് പോയി. എന്തായാലും നിങ്ങൾ പോവാണ്. അങ്ങനെ പോകുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്ന് നിങ്ങൾ സാക്ഷ്യം വഹിച്ചോളി. ഫഖൂലു, നിങ്ങൾ പറയും, ഇഷ്ഹദൂ ബി അന്നാ മുസ്ലിമൂൻ, ഞങ്ങൾ യഥാർത്ഥ മുസ്ലിമീങ്ങളാണ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അള്ളാഹുവിന്റെ നിയമങ്ങളെ അനുസരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന മുസ്ലിമീങ്ങളാണ് ഞങ്ങൾ എന്ന് നിങ്ങൾ സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിങ്ങൾ പോയി. ഇനി അവർ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ അവരിങ്ങനെ പറയട്ടെ എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാമിന്റെ കൽപ്പന. അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അഹ്ലി കിതാബുകളോടാണ് സംബോധന എങ്കിൽ പോലും മുഅ്മിനീങ്ങളായ നാം ഓരോരുത്തരുടെയും നമ്മളുടെയൊക്കെ ഹൃദയത്തിന്റെ ഉള്ളിൽ അടിത്തട്ടിൽ ഇളക്കം വരാതെ, ശോഷണം സംഭവിക്കാതെ കാത്തു സൂക്ഷിക്കേണ്ടുന്ന അടിസ്ഥാനപരമായ കാര്യമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ 3 കാര്യം. ഈമാനിന്റെ കാതലായ ഭാഗം. അള്ളാഹു എനിക്കും നിങ്ങളും അത്തരത്തിൽ ഈമാനിന്റെ സുദൃഢമാക്കാൻ അള്ളാഹു തൗഫീഖ്